കായിക ലോകം. ക്രിക്കറ്റ് പരിശീലകൻ ബിജു ജോർജുമായി സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ് നടത്തുന്ന അഭിമുഖം കേൾക്കാം. നമസ്കാരം, കായിക ലോകത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്തനായ ക്രിക്കറ്റ് പരിശീലകൻ ബിജു ജോർജ്. ഒരുപക്ഷെ കേരള ക്രിക്കറ്റിലെ ഒരുവിധപ്പെട്ട സമീപകാല കളിക്കാരെല്ലാം ബിജു ജോർജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടത്തുന്ന സായിയുടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കോച്ചിങ് സെൻറ്ററിൽ നിന്നാണ് കടന്നു വന്നത്. അക്കൂട്ടത്തിൽ നമ്മളെല്ലാവരും അറിയുന്ന സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള കളിക്കാരുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഫീൽഡിംഗ് കോച്ച്, ഇന്ത്യൻ ജൂനിയർ ടീമിൻ്റെ ഫീൽഡിംഗ് കോച്ച്, പ്രമുഖരായ IPL ടീമുകളുടെ ഹൈദരാബാദ് സൺറൈസേഴ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയ IPL ടീമുകളുടെ ഫീൽഡിംഗ് കോച്ചായി വർഷങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റ് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ബിജു ജോർജിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ബിജു സാർ, നമസ്കാരം. താങ്ക് യു. നമുക്ക് തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞു തുടങ്ങാനുള്ളത്, തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരുപാട് ക്രിക്കറ്റ് കളിക്കാർക്ക് ജന്മം നൽകിയ ഒരു സ്ഥലമാണ്. എങ്ങനെയാണ് ഒരു ക്രിക്കറ്റ് കോച്ചായി മാറുന്നത്? കളിക്കാരനാവുന്നത് നമുക്കറിയാം, പക്ഷേ കളിക്കാരൻ എന്നുള്ള ഒരു കോച്ചായിട്ട് മാറുന്നത് എങ്ങനെയാണ്? കോച്ചായിട്ട് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഇന്ന് ക്രിക്കറ്റിൽ എല്ലാവരുടെ ആഗ്രഹമാണ് ഇന്ത്യ കളിക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ IPL കളിക്കണമെന്ന്. പക്ഷേ എല്ലാവർക്കും അതിനുള്ള കഴിവ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ വളരെ ഏളിയായിട്ടുള്ള സ്റ്റേജിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ മുന്നോട്ട് പോയാൽ എൻ്റെ ലക്ഷ്യം എത്തുമോ. ഇല്ലെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റിൽ നിന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കോച്ചിങ് ഉണ്ട്, വീഡിയോ അനാലിസിസ് ഉണ്ട്, ക്യൂറേറ്റർ ഉണ്ട്, അമ്പയറിംഗ് ഉണ്ട്, സ്കോറിംഗ് ഉണ്ട്, അനാലിറ്റിക്സിൻ്റെ ഇതിലുള്ളതുണ്ട്. നമ്മൾ ആദ്യമേ ചൂസ് ചെയ്യണം. ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി, പ്ലെയർ എന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഉള്ള കഴിവ് എനിക്കില്ല. അപ്പോൾ എനിക്ക് ഫീൽഡിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ കോച്ചിങ് എന്നുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്താണ് മുന്നോട്ട് പോയത്. അപ്പോൾ എങ്ങനെയാണ് ഈ കോച്ചിങ്ങിന് തുടക്കം? ഇപ്പോൾ NIS ഡിപ്ലോമ എടുത്ത് അത് അങ്ങനെ ആ രീതിയിലേക്ക് പോവുകയായിരുന്നു, അതോ ഏതെങ്കിലും ക്രിക്കറ്റ് കളരിയിൽ നിന്ന് പഠിച്ചാണ്, എന്തായിരുന്നു അങ്ങനെ? കറക്റ്റാണ്. അന്ന് കാലത്ത് ഇന്ത്യയിൽ കോച്ചിങ്ങിലുണ്ടായിരുന്ന ഒരേ ഒരു പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് നടത്തുന്ന ഒരു കൊല്ലത്തെ കോച്ചിങ്ങിൻ്റെ ഡിപ്ലോമ ആയിരുന്നു. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തത് 1989 അതിനുശേഷം ഇന്നിപ്പം അതില്ല, ആ കോഴ്സില്ല. അതെ. അതിന് പകരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് NIS നടത്തുന്ന 6 ആഴ്ചത്തെ കോഴ്സുണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സ്. പക്ഷേ അത് പല സംസ്ഥാനങ്ങളും BCCI അംഗീകരിക്കുന്നില്ല. അതിന് ബദലായിട്ട് BCCI നടത്തുന്ന കോഴ്സുണ്ട്, ലെവൽ O തൊട്ട് ലെവൽ C വരെയുള്ള. ലെവൽ C കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസേഷനും പിന്നെ ഹൈബ്രിഡ് കോഴ്സസും ഉണ്ട്. അത് BCCI ആണ് നടത്തുന്നത്. അപ്പോൾ ഒരു കളിക്കാരന് കോച്ചിങ്ങിൽ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ജില്ലാ അസോസിയേഷൻ മുഖാന്തരം, അവരുടെ സംസ്ഥാന അസോസിയേഷൻ മുഖാന്തരം ലെവൽ O മുതലായ പടികൾ കയറി മുന്നോട്ട് പോകാന്നുള്ളൂ. 1982 കോച്ചായിട്ട് ഡിപ്ലോമ പഠനം കഴിഞ്ഞിറങ്ങിയതാണ്. 89 ആ കാലത്ത്. പക്ഷേ ഇന്ത്യയിൽ ക്രിക്കറ്റ് അത്ര ഒരു തരംഗമായിട്ടില്ല. 96 വേൾഡ് കപ്പിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ക്രിക്കറ്റ് ഒരു ഹരമായിട്ടും ജ്വരമായിട്ടും ഒക്കെ മാറുന്നത്. കപിൽ ദേവിൻ്റെ ഒരു കിരീടധാരണ, ലോകകപ്പ് കിരീട നേട്ടം ക്രിക്കറ്റിന് വളർച്ച നൽകി. പക്ഷേ ടെലിവിഷൻ്റെ കടന്നുവരവ് 90കളിലാണ്. അപ്പോൾ എങ്ങനെയാണ് ക്രിക്കറ്റ് പഠിക്കാൻ വേണ്ടി കുട്ടികളെ അയക്കാനുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് ഈ തിരുവനന്തപുരം നഗരത്തിൽ? ഞാൻ കോച്ചിങ് ഡിപ്ലോമ കോഴ്സിന് ശേഷം സ്പോർട്സ് അതോറിറ്റി ജോയിൻ ചെയ്യുകയാണ്. ഞാൻ ആദ്യം ജോലി ചെയ്ത ജാംനഗർ എന്ന സ്ഥലത്ത്, ഗുജറാത്തിൽ. ജാംനഗർ എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കലി ക്രിക്കറ്റിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉള്ളതെന്ന് വെച്ചാൽ രഞ്ജിത് സിംജിയുടെ സ്ഥലമാണ്. ട്രോഫിയുടെ പിതാവായിട്ടുള്ള. അതെ. അപ്പോൾ അവിടുത്തെ ക്രിക്കറ്റ് ബംഗ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്തിലും DKV കോളേജിലുമാണ് ഞാൻ കോച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും ആ ഒരു സ്ഥലവുമായിട്ടും അവിടുത്തെ വ്യക്തികളുമായിട്ടും വളരെ അടുത്ത ബന്ധവും ഇന്നും എൻ്റെ അടുത്ത് പറയണതാണ്. ഞാൻ സൗരാഷ്ട്രയിൽ എപ്പോഴും പോവുകയാണെങ്കിൽ, ഞാൻ ജാംനഗറിൽ പോവുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ആദ്യം പറയണം, നിങ്ങളുടെ പൈസ ഇവിടെ ചിലവാകില്ലെന്നാണ്. ആ സ്നേഹവും ബന്ധവും ഇന്നുമുണ്ട്. അവിടുന്ന് ഞാൻ പലയിടത്തും ജോലി ചെയ്ത് ട്രാൻസ്ഫറായി കേരളത്തിലേക്ക് ആക്ച്വലി കടന്നു വരുന്നത് 1998 വരുന്നത്. 98 വന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് 2 കൊല്ലം കോച്ച് ചെയ്തു. അന്ന് അവിടെ ക്രിക്കറ്റ് കോച്ചിങ്ങിന് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ സഹായത്തോടുകൂടി, ദൈവത്തിൻ്റെ ദയവുണ്ട്, മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് കോച്ചിങ്ങിന് ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഡോക്ടർ നമ്മുടെ സാംബശിവ ഫാദർ ഡോക്ടർ കൃഷ്ണ ശർമ്മയാണ്. നമ്മുടെ കേരളത്തിന്റെ രഞ്ജി ട്രോഫി താരം സാമനൊക്കെ അന്ന് 15 വയസ്സ് കുഞ്ഞു പിള്ളേരാണ്. സാമിൻ്റെ ഫാദർ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തരുന്നത് കിട്ടാൻ വേണ്ടി, നമുക്ക് പെർമിഷൻ കിട്ടാൻ വേണ്ടി. അന്ന് തുടങ്ങി ഇന്ന് വരെ അവിടെ ഒരു കോച്ചിങ് സെൻറ്റർ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് വന്ന് കളിഞ്ഞു. ആദ്യമൊന്നും ആരും വരില്ല, നമ്മൾ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എനിക്കന്നൊരു ഹീറോ ഹോണ്ട ബൈക്കാണ്. ആ ഏരിയയിലുള്ള എല്ലാ ഹൗസിംഗ് കോളനികളും എല്ലാ സ്കൂളുകളിലും പോകും. പിടിമാരെ കാണും, സാർ സൗജന്യ കോച്ചിങ്ങാണ്, പിള്ളേരെ വിടണം. ഹൗസിംഗ് കോളനികളിൽ ചെന്ന് പറയും, ഫ്രീ കോച്ചിങ്ങാണ്, വരണം. അങ്ങനെ പിള്ളേർ വന്നു തുടങ്ങി. ഇന്നിപ്പോൾ നിറയെ പിള്ളേരുണ്ട്. സാമ്പർ എന്ന് കൊച്ചു കുഞ്ഞാണെന്ന് പറഞ്ഞല്ലേ, ഈ കേരളത്തിലെ ഒരുവിധപ്പെട്ട രഞ്ജി താരങ്ങളൊക്കെ പിന്നീട് അവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് തന്നെയാണ് അവിടെ വന്നത്. കാരണം ഞാൻ അവിടെ വന്ന് 2006, 2007, 2008 സമയങ്ങളിലൊക്കെ ഞാൻ ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ബിജോട്ടനെ കാണാൻ വരുമ്പോഴത്തേക്ക് അവിടെ അന്നുണ്ടായിരുന്ന കുരുന്നുകളാണ്
ഇന്നത്തെ ഏറ്റവും വലിയ താരങ്ങൾ. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സഞ്ജു സാംസൺ. ഈ കുട്ടികളൊക്കെ കുരുന്നിലെ കാണുന്ന ആ ഒരു അത് അവരിത്രയും വളർന്ന് വലുതാവുമ്പോൾ ആ ഒരു ഫീലിംഗ് എന്താണ്? തീർച്ചയായിട്ടും അത് എന്താ പറയുക, ഈ സഞ്ജു ഇപ്പം സൗത്ത് ആഫ്രിക്കയിൽ പോയി 2 സെഞ്ചുറിയും അതിൻ്റെ കൂടെ 2 കളിയിലാവും ഫെയിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ യഥാർത്ഥത്തിൽ അറിയുന്നവർക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പദവിയോ പ്രശസ്തിയോ പണമോ അല്ല, ആദ്യം എന്ത് കണ്ട് എങ്ങനെ കണ്ട് അത് മാത്രമേ ഉള്ളൂ. നമ്മൾ നിന്നെ സംബന്ധിച്ചുള്ള സഞ്ജു എന്നുള്ള വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ കണ്ണിൽ ഇപ്പോഴുള്ള കാഴ്ച 12 വയസ്സായിട്ട് ഒരു വലിയ ബാഗും തൂക്കി ഒരു UST ബാറ്റും തൂക്കിയുള്ള സഞ്ജുവിനെ എനിക്ക് ഓർമ്മയുള്ളൂ. അതാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു എന്താ പറയുക, ഒരു പടവും അതിനെക്കുറിച്ച് രൂപം എൻ്റെ മനസ്സിൽ അത് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു ഡൽഹിയിൽ നിന്ന് സഞ്ജു ഈ കേരളത്തിൽ ബിജുചേട്ടൻ്റെ അടുത്തേക്ക് വരുന്നത്? എങ്ങനെയാണ് അത്? വളരെ സഞ്ജുവിൻ്റെ ഫാദറും മദറും ഒരുപാട് സാക്രിഫൈസ് ചെയ്ത വ്യക്തികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു മിഡിൽ ക്ലാസ് അല്ലെ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് ഒരു സർക്കാർ ജോലി രാജിവെക്കുക. അതെ, അദ്ദേഹം ഡൽഹി പോലീസിലായിരുന്നു. ഡൽഹി പോലീസിൽ നിന്ന് അദ്ദേഹം കുടുംബമായിട്ട് ഇവിടെ വരുന്നു. പിന്നെ ജെയിംസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് മുഖാരം സുധീർ അലി എന്ന് പറഞ്ഞ് വളരെ പ്രധാന സുധീർ അലിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ 2 വ്യക്തികൾ വരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ സഞ്ജുവിൻ്റെ ബ്രദറും അന്ന് വരികയാണ്. ബ്രദറിന് 12, ഇദ്ദേഹത്തിന് 11 വയസ്സ് സഞ്ജുവിന്. അന്ന് ഇവിടെ സാലിയുടെ കാറ്റഗറിയിലുള്ള സെലക്ഷൻ കഴിഞ്ഞുകൊണ്ട് അന്ന് തന്നെ വിളിച്ച് വയനാടിൽ പറഞ്ഞു വിട്ട് അവിടെ നിന്ന് തന്നെ സലി കളിച്ചു വന്നത്. സഞ്ജു അന്ന് തൊട്ട് ഇന്ന് വരെ തിരുവനന്തപുരത്തിൻ്റെ ഒരു താരമായി, ഇന്നൊരു ഇന്ത്യയുടെ താരമായി, ഇന്ത്യയുടെ രോമാഞ്ചമായി മാറി. അല്ല, ഈ സഞ്ജുവിനെ അവിടെ വരുമ്പോൾ എൻ്റെ അടുത്ത് സഞ്ജുവിനെ കുറിച്ച് ബിജുചേട്ടൻ അന്ന് 2008 പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ത്യ കളിക്കേണ്ട പയ്യനാണെന്ന്. ഈ ചെറിയ പ്രായത്തിൽ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും? നമുക്ക് സ്ഥിരം തൊഴിൽ അഭ്യാസി എന്ന് പറയുന്നത് ഒരുപാട് പ്ലേയേഴ്സിനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. മെയിനായിട്ട് ഞാൻ ഒരു ബാറ്റ്സ്മാൻ വന്നാൽ നോക്കണം അവൻ്റെ ഹാൻഡ് ഐ കോർഡിനേഷനാണ്. അവൻ എത്ര വേഗം ബോളിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇനേറ്റ് സെൻസ് ഓഫ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ജന്മസിദ്ധമായിട്ടുള്ള സാധനം. നമ്മൾ എത്ര കളിച്ചാലും കുറച്ച് കിട്ടിയാലും ചിലർക്ക് ഇനേറ്റ് ആയിട്ടുള്ള സഞ്ജുവിനെ സംബന്ധിച്ചോളം അവൻ ബ്ലെസ്ഡ് ആണ് ടൈമിങ്ങിൻ്റെ സെൻസ്. എന്നെല്ലാവരും പറയാം 6 അടിക്കുന്ന അവൻ്റെ ആരോഗ്യം കൊണ്ടാണെന്ന്. അല്ല, ഒരു 11-12 വയസ്സിൽ ഒരു ഇൻ്റർ സ്കൂൾ മാച്ചിൽ ഭയങ്കര നനഞ്ഞ് കുതിർന്ന് കിടക്കുന്ന ആ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. ബാറ്റിംഗ് വിക്കറ്റിൽ സെൻറ്റ് മേരീസിനെതിരായിട്ട് സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ അതും ഒരു പൊട്ട ബാറ്റ് വെച്ചിട്ട് സഞ്ജു ഇങ്ങനെ കാണിക്കുന്ന ബാറ്റ് ആ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൻ്റെ മതിലിൻ്റെ അപ്പുറത്ത് ഏകദേശം 70 മീറ്റർ ദൂരെയാണ് അന്ന് പോകുന്നത്. 12 വയസ്സിൽ. അന്നേ ഉള്ളതാണ് ടൈമിംഗ്, അവനുള്ളതാണ്. ഈ ടൈമിംഗ് തന്നെയാണ് സഞ്ജുവിൻ്റെ ബാറ്റർ എന്നുള്ള ടെക്നിക്കലി ഏറ്റവും ടൈമിങ്ങും. ഈ നല്ല ബാറ്റ്സ്മാരെ നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് കളി കാണുമ്പോൾ തന്നെ ചില ബാറ്റ്സ്മാന്മാർ എളുപ്പം നല്ല പൊസിഷനിലേക്ക് വരുന്നുണ്ട്. അത് അവർ ബോളിനെ എളുപ്പം കണ്ട് അവർ ബോൾ ജഡ്ജ് ചെയ്യും. എവിടെയാണ് വീഴുന്നത്, ബോൾ വിക്കറ്റിൻ്റെ പ്രതലത്തിൽ നിന്ന് എന്താണ് ചെയ്യാൻ പോകണമെന്ന് അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. കളിയുടെ മൊമെൻ്റ് പെട്ടെന്ന് പിടികിട്ടും. കളിയുടെ മൊമെൻ്റ് എന്ന് പറയുന്നത് മൊമെൻ്റ് സ്വിങ്സ്, അത് ടാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. വെച്ചാൽ ഓരോ കളിയിലും ത്രൂ ഔട്ട് ഒരു ടീം ഡോമിനേറ്റ് ചെയ്യില്ല. അല്ലെ, ഞാൻ ബാറ്റ് കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ 200 റൺ അടിച്ചാലും ഞാൻ 200 റൺ ആദ്യം തൊട്ടേ പൊട്ടിച്ചല്ലിക്കും കളിക്കുന്നത്. ചില സമയങ്ങളിൽ ഞാൻ ബൗളർ നല്ലപോലെ എറിയും. നല്ല ബാറ്റ്സ്മാൻ്റെ കഴിവാണ് ബൗളർ നല്ലപോലെ എറിയുന്ന സമയത്ത് ഔട്ടാകാതിരിക്കുകയും ഞാൻ നല്ല ഫ്ലോ ആയിട്ട സമയത്ത് അത് മുതലാക്കി സഞ്ജുവിനുള്ള ഒരു കഴിവുണ്ട്. ആ മൊമെന്റം പിടികിട്ടി അതിനനുസരിച്ച് മൊമെന്റം റൈഡ് ചെയ്യാന്നുള്ള ഭയങ്കര ഒരു കഴിവ് തന്നെയാണ്. ഇപ്പോൾ സഞ്ജു ഈ കേരള ടീമിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ രഞ്ജി കളിക്കാരനായിട്ടാണ് വരുന്നത്. ആ ഒരു സമയത്ത് സഞ്ജു വിക്കറ്റ് കീപ്പറും കൂടിയായിരുന്നു. അപ്പം ആ ഒരു വർക്ക് ലോഡ് സഞ്ജു അത്രയും ചെയ്യാനുള്ള ആ ഒരു കഴിവ് അന്ന് തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം വിക്കറ്റ് കീപ്പിങ്ങിൽ വളരെയധികം ശ്രദ്ധിച്ചില്ല. ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൽ ധോണി, ആ സമയത്ത് ധോണി ഉണ്ടായിരുന്നു. നമുക്ക് സഞ്ജുവിൻ്റെ കാര്യം കുറിച്ച് കൂടുതൽ പറയുന്നുണ്ടാണ്. 2015 തന്നെ ഇന്ത്യൻ ടീമിലേക്ക് എത്തുമ്പോൾ ആ സമയത്തൊക്കെ ധോണിയുടെ നല്ല കാലമായിരുന്നു. പിന്നീട് വിക്കറ്റ് കീപ്പറായിട്ട് ടെസ്റ്റിലും ഓരോ ഫോർമാറ്റിലും ഇന്ത്യക്ക് നല്ല വിക്കറ്റ് കീപ്പർമാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സഞ്ജു വിക്കറ്റ് കീപ്പിംഗ് ഉപേക്ഷിച്ച് ബാറ്റിംഗിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് തോന്നുന്നു. സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജു ജെനുവിൻലി നല്ലൊരു ഫീൽഡറാണ്. ഏത് പൊസിഷനും ഫീൽഡ് ചെയ്യാൻ പറ്റി, സ്ലിപ്പ് വിട്ട് ലൈനിൽ വരെ ഫീൽഡ് ചെയ്യുന്ന വ്യക്തിയാണ്. അതെ, ലൈനിൽ ഫീൽഡ് ചെയ്ത് ക്യാച്ച് എടുത്ത് നമ്മൾ കണ്ടാണ്. അപ്പോൾ എപ്പോഴും സഞ്ജുവിനെ സംബന്ധിച്ചോളം സഞ്ജുവിന് കീപ്പിംഗ് എന്തായാലും ഉണ്ട്. ഞാൻ ഫീൽഡിംഗ് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു എക്സ്ട്രാ എഡ്ജ് അതുകൊണ്ടാണ് കീപ്പിംഗിലേക്കും കൂടുതലെന്ന് കീപ്പിംഗിലേക്ക് ശ്രദ്ധിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. അന്നും കീപ്പിംഗും ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ശ്രദ്ധിച്ചില്ല എന്നുള്ളതല്ല, അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ. അതുപോലെ നമ്മൾ ആ ഒരു സമയത്ത് ഇപ്പോൾ സഞ്ജു കളിക്കാൻ വരുമ്പോഴത്തേക്ക് സഞ്ജുവിനൊപ്പം അന്ന് കളിച്ചിരുന്നത് കേരള ക്രിക്കറ്റ് ടീമിൻ്റെ രഞ്ജി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന സോണി ചെറുവത്തൂർ ഉൾപ്പെടെ റേഫി വിൻസെന്റ് ഗോമസ് ഉൾപ്പെടെയുള്ള അന്നത്തെ ജഗദീഷ് സാംബശിവ ശർമ്മ ഉൾപ്പെടെയുള്ള ഈ പേരെടുത്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങേ അറ്റം തുടങ്ങിയേറ്റം വരെ പറയാൻ തന്നെ അരമണിക്കൂർ എടുക്കും. അപ്പോൾ അത്രയും കളിക്കാർ ആ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പം അവരുടെ കൂടെയൊക്കെ കളിച്ച് പരിചയിച്ചു വന്നത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രായത്തിൽ 14-15 വയസ്സുകളിലൊക്കെ അത്രയും പ്രായത്തിൽ ഇത്രയും സീനിയേഴ്സിൻ്റെ കൂടെ പരിശീലിച്ചത് ഒരുപാട് ഗുണം ചെയ്തിട്ടില്ലേ? അത് തീർച്ചയായും. പക്ഷേ സഞ്ജുവിനെ സംബന്ധിച്ചോളം നമ്മൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് നമ്മൾ പറയും നെവർ ലുക്ക്ഡ് ഔട്ട് ഓഫ് പ്ലേസ് എന്ന് തോന്നുന്നു. അവൻ അവിടെ ഏത് സാഹചര്യം കൊണ്ട് 13 വയസ്സുള്ളപ്പോൾ സഞ്ജുവിനെ ഞാൻ KKR ട്രയൽസിൽ കൊണ്ടുവരുന്നു. അതെ, KKR ഡെവലപ്മെന്റ് സ്ക്വാഡിൽ അന്ന് അവർ സൈൻ ചെയ്തു. സൗരവ് ഗാംഗുലിയുടെ ടീം. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അന്ന് ഒരു ഏകദേശം 7 അടി പൊക്കമുള്ള ഒരു പാകിസ്ഥാൻ ബോളറിനെ കളിക്കുമ്പോൾ വളരെ ഈസി ആയിട്ടാണ് കളിക്കുന്നത്. സഞ്ജു ബാറ്റ് ചെയ്യപ്പോഴും സഞ്ജുവിന് 12 വയസ്സുള്ള നമുക്ക് ഒരിക്കലും തോന്നില്ലായിരുന്നു. വളരെ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള വളരെ മെച്ചുവർ ആയിട്ടുള്ള പ്ലെയറിനെ പോലെയാണ് അന്ന് എൻ്റെ അടുത്ത് പറയും,
അന്ന് അവരവരോട് ഇവൻ കാരണം നിനക്ക് ദ്രോണാചാര്യ അവാർഡ് കിട്ടും. അവാർഡ് പൊക്കോട്ടെ, പക്ഷേ അദ്ദേഹം കളിച്ച് മുന്നോട്ട് പോയി. സഞ്ജുവിനെ സംബന്ധിച്ചുള്ള വളരെ നല്ലത്. അതെ, തീർച്ചയായും നമ്മൾ ഇന്ത്യക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു കളിക്കാരനെ സംഭാവന ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയായിട്ട് എനിക്ക് തോന്നുന്നത്. അതിന് അപ്പുറത്തേക്കുള്ള അവാർഡുകളൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. സഞ്ജുവിനെ ആദ്യം ഒരു IPL ടീം സെലക്ഷൻ റൈറ്റ്സ്, IPL 2008 തുടങ്ങുമ്പോൾ നമ്മൾ കരുതിയിരുന്നത് ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട കളിക്കാർക്കെല്ലാം പുതിയൊരു വാതിൽ തുറക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. നമ്മൾ ആരും അറിയപ്പെടാതെ പോകുമായിരുന്ന ആയിരക്കണക്കിന് കളിക്കാർ, ഇപ്പോൾ റിങ്കു സിംഗിനെ പോലുള്ള കളിക്കാർ, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിന് 5 കോടി രൂപയ്ക്ക് അബദ്ധത്തിൽ ആൾ മാറി വിളിച്ച ശശാങ്ക് സിംഗിനെ പോലുള്ള ആൾക്കാർ, ഇവരൊക്കെ ആരും അറിയപ്പെടാതെ പോകുന്ന താരങ്ങൾ. IPL ഒരു വലിയ വാതിലായിരുന്നു. ഈ IPLന്റെ വാതിൽ സഞ്ജുവിന് മുമ്പിൽ തുറക്കാൻ കാരണക്കാരൻ, അല്ലെങ്കിൽ അതിന് ആദ്യം വഴിയൊരുക്കിയ ഒരാളെന്ന നിലയ്ക്ക് അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ആ ഒരു സംഭവം? അന്ന് ട്രയൽസിന് കൊണ്ടുപോയപ്പോഴത്തേക്ക് ഞാൻ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സുമായിട്ട് ഒരു പക്ഷേ IPL ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 7 കൊല്ലത്തോളം ബന്ധമുണ്ട്, ഇന്നും ഉണ്ട് ബന്ധമുണ്ട്. അപ്പം ആദ്യമൊക്കെ ഞാൻ അവരുടെ സ്കൗട്ടായിരുന്നു, പിന്നെയാണ് അവരുടെ സ്റ്റാഫിലേക്ക് വന്നത്. 2016-17 ഞാൻ സ്റ്റാഫായിട്ട് IPL ആക്ച്വലി ഡഗൌട്ടിൽ വർക്ക് ചെയ്യുന്നു. അതിന് മുമ്പും അതിൻ്റെ ഓണേഴ്സ് ആണെങ്കിൽ തന്നെയാണെങ്കിലും ഷാറുഖ് ഖാനാണ്, ജയ് മേത്ത പേഴ്സണലി വിളിക്കുക, എന്നെ പ്ലെയർ ഉണ്ട് ഇവിടെ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏത് പ്ലെയറിനെ കൊണ്ടുപോയാലും ഒരു ട്രയൽസിന് വേണ്ടി അക്സെപ്റ്റ് ചെയ്യും. അന്ന് കൊണ്ടുപോയത് ഒരുപാട് പേര്, ഗോ എന്നുള്ള കുറേ പ്ലേയേഴ്സ്, പ്രശാന്ത് പരമേശ്വരൻ, പ്രശാന്ത് പത്മനാഭൻ, സഞ്ജു, റെയ്ഫി, നിയാസ്, റോഹൻ പ്രേം, ഇവരെല്ലാം കൊണ്ടുവരും. എണ്ണിയാൽ ഒടുങ്ങാത്തൊരു നിരയാണ്. ഇവരെല്ലാം IPL കളിച്ചിട്ടുമുണ്ട്. ഇവർ ഇതിൽ പ്രശാന്ത് പരമേശ്വരനും പ്രശാന്ത് പത്മനാഭനും കളിച്ചു, റെയ്ഫി കളിച്ചു. അപ്പോഴേ അന്ന് ഒരു വളരെ ദുഃഖത്തോടുകൂടിയും ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ വളരെ ടച്ച് ചെയ്തൊരു സംഭവം, അന്ന് ഓപ്ഷനില്ല, പ്ലേയേഴ്സ് ഡ്രാഫ്റ്റിംഗ് ആണ്, നമ്മൾ സൈൻ ചെയ്യുക. അന്ന് ഡേവ് വാട്ട്മോർ KKRന്റെ പരിശീലനാണ്. പിന്നീട് കേരള ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായി മാറിയ പറഞ്ഞിട്ട് അദ്ദേഹം കേരളത്തിൽ വരികയും റെയ്ഫിയെ കണ്ട് റെയ്ഫി സൈൻ ചെയ്യുകയും ചെയ്തു. അതെ, സഞ്ജു സൈൻ ചെയ്തു. അതിനുശേഷം കൊച്ചി ടസ്കേഴ്സ് വന്നപ്പോൾ റെയ്ഫി അത് മാറ്റി കൊച്ചിയിലേക്ക് മാറി. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അന്ന് സഞ്ജു വ്യക്തമായി തീരുമാനമെടുത്ത് ഞാൻ മാറുന്നില്ല, ഇവരെല്ലാം ഒരുപാട് വിളിച്ചെങ്കിലും സഞ്ജു അന്ന് KKR നിന്ന് ആദ്യം അവസരം കിട്ടിയ ഒരു ക്ലബ് എന്ന നിലയ്ക്ക് അന്ന് KKR പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് റെയ്ഫി KKR നിന്നിരുന്നെങ്കിൽ സൂര്യകുമാർ യാദവിൻ്റെ സ്ഥാനത്ത് ഇന്നും ഇന്ത്യ കളിച്ചേനെ. എന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നത് സഞ്ജുവിനുള്ള ടാലൻറ്റിനെ പോലെ തന്നെയാണ് റെയ്ഫിയിലും ടാലൻറ്റ് ഉണ്ടായിരുന്നു. തീർച്ചയായും റെയ്ഫി വിൻസെന്റ് ഗോമസ് എന്ന് പറയുന്ന കളിക്കാരൻ വളരെ മികച്ച ഒരു എക്സ്ട്രീം ലെവലുള്ള ഒരു ബാറ്റ്മാനായിരുന്നു. അദ്ദേഹം അതിനുശേഷം രഞ്ജി ട്രോഫിയിൽ കളിക്കുമ്പോൾ റെയ്ഫി, ജഗദീഷ് ഇവരൊക്കെ കേരളത്തിൻ്റെ ഒരു നല്ല തനിത്തംഗങ്ങൾ തന്നെയായിരുന്നു. കേരളത്തിൻ്റെ രഞ്ജി ട്രോഫിയിൽ നമ്മൾ കഴിഞ്ഞ ഒരു 4-5 സീസൺ എടുത്തു നോക്കുമ്പോഴത്തേക്കും നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനമിട്ടത് ഈ പറയുന്ന റെയ്ഫിയും ഒക്കെ ചേർന്നുള്ള നിരയാണ്. പക്ഷെ അവർക്ക് ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു നിരയിലേക്കാണ് സഞ്ജു പോയത്. സഞ്ജുവിന്റെ വ്യത്യാസം, സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു ഭയങ്കര ഡിറ്റർമിൻഡ് ആണ്, ഡിസിപ്ലിൻഡ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്. അത് മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലായിരിക്കും. ജഗദീഷ് ഒരു പക്ഷേ വളരെ ഡെഡിക്കേറ്റഡ് ആയിരിക്കും, ഡിസിപ്ലിൻഡ് ആയിരിക്കും. പക്ഷേ ജഗദീഷിന് അത്രയും ടാലന്റ് ഇല്ലായിരുന്നു. അതെ. അപ്പോൾ സഞ്ജുവിൻ്റെ ടാലൻ്റ് ഉള്ള കേരളത്തിലുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സഞ്ജുവിൻ്റെ ടാലൻറ്റിനോടല്ല അതിനോട് അടുത്തിരിക്കുന്ന ടാലൻ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള വിഷ്ണു വിനോദ്, ഒരു വേള റെയ്ഫി, വേറെ ആർക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിസിപ്ലിൻ ഉണ്ട്, പക്ഷേ അത്ര ടാലൻ്റ് ഇല്ല ആ ലെവലിൽ പോകാനുള്ള. ഈ 3 ഘടകങ്ങൾ ഒരുമിച്ച് വന്ന് സഞ്ജുവിൽ മാത്രമായിരുന്നു. ക്രിക്കറ്റ് പരിശീലകൻ ബിജു ജോർജുമായി സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ് നടത്തിയ അഭിമുഖത്തിന്റെ 1ാം ഭാഗം സമാപിക്കുന്നു. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രജു കോലിയക്കോട്. നിർവഹണം ഷിബു ജോർജ്. കേരളത്തിലൊക്കെ ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ദേശീയ ടീമിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വെല്ലുവിളിയാണ്. കാരണം അനന്തപത്മനാഭൻ ചേട്ടൻ്റെ കാര്യം നമുക്കറിയാം. അനന്തപത്മനാഭൻ ഇന്ത്യയെ കണ്ട അനിൽ കുംബ്ലെക്കൊപ്പം, വെങ്കടപതി രാജുവിനൊപ്പം, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഉയരാനുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് കുംബ്ലെ, ചൗഹാൻ, രാജു ത്രയം നിറഞ്ഞു നിൽക്കുന്നു. അപ്പം ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ്. അത് പ്രധാനമായിട്ടും ഈ കേരളത്തിലെ കളിക്കാരെ മാനസികമായിട്ട് ബാധിക്കുന്ന ഒരു സാധനമാണ്. ഇല്ല, അന്ന് സത്യം പറഞ്ഞാൽ അനന്തൻ്റെയൊക്കെ സമയത്ത് IPL ഉണ്ടായിരുന്നു, ഒരുപക്ഷെ അനന്തനും കളിച്ചു പോയി ഇന്ത്യ. തീർച്ചയായും. ഇന്ന് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു BCCIന്ന് നമുക്കിന്നിപ്പോൾ ഇവിടുന്ന് കോട്ടയം പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിനിലല്ലെങ്കിലും പോകാം, ബസ്സിലല്ലെങ്കിലും പോകാം. അന്ന് ട്രെയിന് മാത്രമേ ഉള്ളൂ രഞ്ജി ട്രോഫി. ഇന്ന് ബസ്സുണ്ട്, IPL ഉണ്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ IPL പെർഫോം ചെയ്ത് സെലക്ടേഴ്സ് നോട്ട് ചെയ്യും. അതെ, നമുക്ക് പെർഫോം ചെയ്യാൻ ഒരു അവസരം കൂടെ വേദികൾ വരികയാണ്. അത് സംബന്ധിച്ചിടത്തോളം ഈ 2015 ആദ്യമായിട്ട് സഞ്ജു സാംസൺ ഒരു ഇന്ത്യൻ ടീമിലേക്ക്, ഒരു ഇംഗ്ലണ്ട് പര്യടനത്തിലാണ് ഇന്ത്യൻ സംഘത്തിൽ ഉൾപ്പെടുന്നത്. അന്ന് കളിക്കാൻ പറ്റിയില്ല. ഏകദേശം ഒരു 10 കൊല്ലത്തോളം മനസ്സിനകത്ത് ഇട്ടുകൊണ്ട് കിടന്ന ആഗ്രഹമാണ്. അത് 2006-2007 സമയം തൊട്ട് മനസ്സിലിട്ടൊരു ആഗ്രഹമാണ്, എൻ്റെ ഒരു ശിഷ്യൻ ഇന്ത്യ കളിക്കണം എന്നുള്ളത്. അപ്പോൾ അത് സഫലമാവുന്ന ഈ 2014
2014 ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനം. അന്ന് സഞ്ജു സംഘത്തിലുണ്ട്, ഒരു മത്സരം പോലും കളിക്കാൻ പറ്റിയില്ല. എന്തായിരുന്നു ആ സഞ്ജുവിനെ ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുത്തു എന്ന് തോന്നിയപ്പോൾ ഉള്ള ഒരു ഇത്? വളരെ സന്തോഷമുണ്ടായിരുന്നു. വെച്ചാൽ എൻ്റെ സ്വന്തം മോൻ എന്ത് ചെയ്തെന്നുള്ള പോലെ അതേപോലെ സെയിം ഒരു ഫീലിംഗ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് നേരെ ഇത് കിട്ടിക്കാൻ അന്ന് പ്രാക്ടീസ് സഞ്ജു വന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഗ്രൗണ്ടിൽ വന്ന് നമ്മൾ ചെയ്തല്ലേ എന്ന് പറയുന്നത്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ സഞ്ജു 11-12 വയസ്സ് വരെ കേരളത്തിൽ വളർന്ന കുട്ടിയല്ല, ഡൽഹിയിൽ ആണ് വളർന്നത്. പക്ഷേ സഞ്ജു പിന്നീട് നമ്മൾ സഞ്ജുവിനെ നോക്കുമ്പോൾ, ഇപ്പോഴും സഞ്ജുവിനെ നമ്മൾ നോക്കുമ്പോഴും കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയെക്കാളും നന്നായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. ആ ചെറുപ്രായത്തിൽ ഇങ്ങനെയാണോ ഒരു തുറന്നൊരു മനസ്സായിരുന്നു? വളരെ വളരെ സഞ്ജുവിനെ സംബന്ധിച്ചോളം അന്നും ഇന്നും അവനുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടമായിട്ട് ആരുടെ ദേഷ്യം കാണിക്കാറില്ല, അമിതമായിട്ട് എന്താ പറയുക ഈ ഒരു ഷോ ഓഫ് ഇല്ല, വളരെ സോബറായിട്ടാണ് ഡ്രസ് ചെയ്യണത്, ഫ്ലാഷി ആയിട്ടുള്ള ഒരു പരിപാടിയില്ല. അതൊക്കെ കൊണ്ടാണ് കേരള സമൂഹം സഞ്ജുവിനെ വളരെയധികം അംഗീകരിച്ചത്. അല്ല, ഒരു സാധാ ഒരു പയ്യൻ എന്നുള്ള ഒരു ലുക്ക് സഞ്ജുവിന് എപ്പോഴും ഉണ്ട്. അത് ചേട്ടാ എന്ന് വിളിച്ച് ആരുമായിട്ടാലും ചേട്ടാ എന്ന് വിളിച്ച് സംസാരിക്കുന്നതായാലും ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കുന്നതായാലും അഡ്രസ്സ് ചെയ്യുന്നതായാലും. ഇപ്പൊ നമുക്കറിയാം, മുമ്പ് കേരളത്തിൽ നിന്നുള്ള ക്രിക്കറ്റേഴ്സ് പലപ്പോഴും ദേശീയ ടീമിൽ എത്തിയിട്ടുള്ളവരൊക്കെ കാണിച്ചിരിക്കുന്നതായിട്ടുള്ള ചില ഷോ ഓഫ് ഭയങ്കര വിമർശനത്തിന് അതുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വിമർശനം ഉയർന്നിട്ടുള്ളത് സ്ഥിരതയുടെ കാര്യത്തിൽ മാത്രമാണ്. ബാക്കി ഒരു കാര്യത്തിലും പെർഫോമൻസിലാവട്ടെ അല്ലെങ്കിൽ ചെയ്യുന്ന നല്ല കളി ഭയങ്കരമായിട്ട് അംഗീകരിക്കപ്പെടും. ഫ്ലോപ്പ് ആവുമ്പോൾ, സ്ഥിരത കാണിക്കാതാവുമ്പോൾ വിമർശിക്കപ്പെടും. പക്ഷേ അതിലെല്ലാം ഒരു സഞ്ജു എന്ന് പറയുന്ന വ്യക്തിയെ ഒരിക്കലും കേരള സമൂഹം തള്ളി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അനുഭവം സഞ്ജുവിനുണ്ടായി. എനിക്ക് തോന്നുന്നത് ഒരു മുൻകാല ചിലരുടെ അനുഭവങ്ങളിൽ നിന്ന് സഞ്ജു പഠിച്ചൊരു പാഠമായിരിക്കും അല്ലേ? ചിലർ അങ്ങനെ തന്നെയാണ്, ആ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതൊരു ടീമിൽ നിലനിന്ന് പോകാൻ ഇപ്പോൾ ഒരു IPL ടീമിനെ നയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് സഞ്ജു. 4 സീസണായിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് ക്യാപ്റ്റൻ ആയത്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി സഞ്ജുവിൽ തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു. ഉണ്ട്. ആദ്യം തൊട്ടേ സഞ്ജുവിനെ സംബന്ധിച്ചോളം ആദ്യം എടുക്കുന്ന കേരള ടീമിന്റെ Under-14 ടീമിന്റെ ക്യാപ്റ്റനായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഈ സഞ്ജുവിനെ നമ്മൾ ഇത്രയും ഈ ഒരു ലെവലിലേക്ക് എത്തി. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ബിജു ജോർജ് എന്ന് പറയുന്ന കോച്ചിന്റെ സംഭാവന എന്ന് പറയുന്നത് കേരള ക്രിക്കറ്റിന് ഒരു അടിത്തറ ഇട്ട ഒരു കൂട്ടം നല്ല കളിക്കാരെ സംഭാവന ചെയ്തതാണ്. ഈ രഞ്ജി ട്രോഫിയിൽ താങ്കളുടെ കളരിയിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കളിക്കാരെയും അവരിൽ സഞ്ജുവിനെ പോലെ തന്നെ മികച്ചു നിൽക്കുന്ന ബാക്കിയുള്ളവരെയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താ? അംഗീകരിക്കാതെ പോയതും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കറക്റ്റ് സപ്പോർട്ട് ഇല്ലാതെ പോയതും പ്രശാന്ത് പത്മനാഭൻ. പക്ഷേ പ്രശാന്ത് പത്മനാഭൻ ഇന്ന് കേരള രഞ്ജി ട്രോഫി ടീമിന്റെ കേരള സീനിയർ ടീമിന്റെ സെലക്ടറാണ്. പക്ഷേ സൗത്ത് സോൺ Under-19 പ്രശാന്ത് പത്മനാഭൻ 11 കളിക്കുമ്പോൾ റിസർവിലുള്ള വ്യക്തിയാണ് പ്രജ്ഞാൻ ഓജ. അതെ, പ്രജ്ഞാനോജ പിന്നീട് ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് കളിച്ചു. അന്ന് കേരള ക്രിക്കറ്റേഴ്സും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അല്ല, കാലത്തിന്റെ ഒരു കാവ്യനീതി ആയിരിക്കാം ആ പ്രശാന്ത് ഇന്ന് ബാക്കിയുള്ള കളിക്കാർക്ക് സെലക്ഷൻ കൊടുക്കുന്ന. പക്ഷേ ആ പ്രശാന്ത് ഇന്ത്യ കളിക്കേണ്ട പ്രശാന്താണ് പോയത്. 2-3 കൊല്ലം മുമ്പ് വരെയും T20 ഡൊമസ്റ്റിക്കിൽ ഇന്ത്യയിലെ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ പ്രശാന്ത് പത്മനാഭനാണ്. അതെ. എന്തുകൊണ്ട് പ്രശാന്ത് പത്മനാഭനെ മുന്നോട്ട് കളിക്കാൻ പോകുന്നത് പറ്റി? ഞാൻ ഒരിക്കൽ KKR ട്രയൽസിൽ കൊണ്ടുപോയപ്പോൾ പ്രശാന്ത് ആദ്യം എല്ലാ മാച്ചും സൗരവ് ഗാംഗുലി ക്യാപ്റ്റനാണ്. ആദ്യത്തെ കളി സൗരവ് ഗാംഗുലിയുടെ വിക്കറ്റ് പ്രശാന്തിന് ഒരു 10-26 റൺ അടിച്ചു. പിന്നെ പ്രശാന്തിന് 2 ദിവസം അവസരം കൊടുത്തില്ല അവിടെ. അപ്പം ഞാൻ ലെഗ് അമ്പയർ ആയിരിക്കണം, ജോൺ ബുക്കൻ്റെ അടുത്ത് പ്രശാന്ത് ചോദിച്ചു ഒരു അവസരം വേണമെന്ന്. അയാൾ പറഞ്ഞ് 10 ബോൾ 36 റണ്ണാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു 10 ബോൾ 36 റൺ എന്ത് ചെയ്യും? നമ്മൾ കിട്ടിയ അവസരം നിനക്ക് ഇഷ്ടമുള്ള നീ ചെയ്യും. അവൻ ബാറ്റ് ചെയ്യാൻ പോയി, സഞ്ജു കീപ്പ് ചെയ്യാണ്, ഇക്ബാൽ അബ്ദുള്ള ബൗൾ ചെയ്യാണ്. ഇക്ബാൽ അബ്ദുള്ള ഫസ്റ്റ് ബോൾ പ്രശാന്ത് ബീറ്റണായി 2 ചീത്ത, ഹിന്ദിയിലാണ്. സ്ലെഡ്ജിങ്. അടുത്ത 5 ബോൾ തുടർച്ച ഈഡൻ ഗാർഡൻസിന്റെ വെളിയിൽ 6, 5 തുടർച്ച 6. ഇപ്പുറത്ത് വന്ന് ഈശ്വർ ചൗധരി ഗുജറാത്തിലെ ബൗളറാണ്. ഫസ്റ്റ് ബോൾ 6, 6 തുടർച്ച 6 അടിച്ച്. പ്രശാന്തിന് അന്ന് എടുത്തില്ല KKR. ഇക്ബാൽ അബ്ദുള്ള കളിച്ച്. അത് കഴിഞ്ഞ് പ്രശാന്ത് അന്നത്തെ ഡെക്കാൻ ചാർജേഴ്സിന്റെ ട്രയൽസിന് 4 ഓവർ 16 റൺ 4 വിക്കറ്റ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എടുത്തില്ല. ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട വ്യക്തിയാണ് പ്രശാന്ത്. പക്ഷെ അദ്ദേഹത്തിന് ഇനി ഇപ്പോൾ സെലക്ടറായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തിരിച്ചടികൾക്ക് ബാക്കി പുതിയ തലമുറയ്ക്ക് വഴി തുറന്നു കൊടുക്കാൻ പ്രശാന്തിന് കഴിയട്ടെ. അപ്പോൾ ഇതുപോലെ ഒരുപാട് കളിക്കാർ ഈ പറയുന്ന മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഉപരിയായിട്ട് പിന്നീട് ബിജു ജോർജിന്റെ ഒരു തിളക്കം നമ്മൾ കാണുന്നത് ഇന്ത്യൻ ജൂനിയർ ടീമിന്റെ ഫീൽഡിംഗ് കോച്ചായിട്ട് വരികയാണ്. അപ്പോൾ ഫീൽഡിംഗ് കോച്ച്, ഈ ഫീൽഡിംഗ് എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ മുമ്പ് പഠിക്കുന്ന സമയത്ത് തന്നെ കൂടുതലുണ്ടായിരുന്നു. നമ്മൾ ലെവൽ 3 കഴിഞ്ഞ ശേഷം BCCI സ്പെഷ്യലൈസേഷൻ വിളിച്ചു. ബാറ്റിംഗ്, ബോളിംഗ്, ഫീൽഡിംഗ് എടുക്കാം. ബാറ്റിങ്ങിലൊക്കെ വലിയ വലിയ പേരുകളുണ്ട്. ഞാൻ നോക്കിയിട്ട് ഫീൽഡിങ്ങിൽ, അങ്ങനെയാണ് ഞാൻ ഫീൽഡിംഗ് എടുത്ത്. അത് നല്ല ചോയ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് കിട്ടുന്ന അസൈൻമെന്റാണ് ഇന്ത്യ Under-19 ടീമിന്റെ കൂടെ. അന്ന് സഞ്ജു ഉണ്ട്, കുൽദീപ് ഉണ്ട്, ഈ കളിക്കുന്ന ഏകദേശം ദീപക് ഹുഡ, ഈ പ്ലേയേഴ്സ് എല്ലാം ഉണ്ട്. ഇവരുടെയൊക്കെ Under-16 NCA ക്യാമ്പോട്ട് ഞാൻ എടുത്താണ്. അങ്ങനെ ഞാൻ കുൽദീപിന്റെ അടുത്ത് പറഞ്ഞിട്ട് നീ എന്ത് വന്നാലും 15 വയസ്സേ കണ്ടാണ് പോടാന്ന്. ഇവരെല്ലാം കുഞ്ഞിലെ വീഴ്ചയിലോട്ട് നമ്മൾ കണ്ടല്ലോ. അതെ. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് ഈ കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് വന്ന് നമ്മൾ കണ്ടവരാണ് ഇപ്പോൾ ഇന്ത്യ മൊത്തം കളിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യയുടെ ഒരു Under-19 വിമൻ ഒരു ക്യാമ്പ് നടത്തി ഗുണ്ടൂർ വെച്ച്. ഞാൻ അതിന്റെ ലീഡ് കോച്ചായിരുന്നു. ബാക്കി എല്ലാവരും പെണ്ണുങ്ങൾ, ഞാൻ മാത്രമാണ്. അന്ന് ഒരു ഇങ്ങനെ സ്കെൽറ്റ് ഒരു പെങ്കൊച്ച്
വെച്ച് കണ്ണാടിയൊക്കെ വെച്ച് ലെഫ്റ്റ് ഹാൻഡർ സ്മൃതി മണ്ടാന, നമുക്ക് 15 വയസ്സ്. 15 വയസ്സ്. ഇപ്പൊ ഇന്ന് ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ, ഇന്ത്യൻ ടീമിലെ ഇന്ത്യൻ ടെസ്റ്റ് ആയാലും വൺ ഡേ ആയാലും T20 ആയാലും ഏത് ഫോർമാറ്റിലും മികച്ച ബാറ്ററായിട്ട് വരുന്ന സ്മൃതി മന്ദാന. അപ്പോൾ ഇവരൊക്കെ അന്ന് അതേ ബന്ധമാണ് ഇന്നും ഇവരുമായിട്ട് നമ്മളുമായിട്ടുള്ളത്. അല്ല, ഞാൻ ആ ഒരു കാര്യം കൂടെ പറയണം. ജൂനിയർ ടീമിന്റെ ഫീൽഡിംഗ് കോച്ച് എന്ന നിലയിൽ നിന്നും ബിജു ജോർജിനെ പിന്നെ നമ്മൾ കാണുന്നത് ഇന്ത്യൻ വനിതാ ടീമിന്റെ ഫീൽഡിംഗ് കോച്ചാണ്. സത്യത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഫീൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു തമാശ പോലെയാണ് പലർക്കും തോന്നുന്നത്. കാരണം പുരുഷ ടീമിന്റെ അത്ര പോലും ഇല്ല, അവരുടെ ചലനങ്ങൾക്ക് വേഗതയില്ല, അല്ലെങ്കിൽ അക്രോബാറ്റിക് ആയിട്ടുള്ള സാധനങ്ങളില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 4-5 കൊല്ലത്തെ നമ്മൾ ക്രിക്കറ്റ് എടുത്തു നോക്കുമ്പോൾ ഏറ്റവും വൈറൽ ആയിട്ടുള്ള ഫീൽഡിംഗ് വീഡിയോസ് ഏറ്റവും കൂടുതൽ വരുന്ന ഇന്ത്യൻ വനിതാ ടീമിൻ്റെയാണ്. സൂപ്പർ ബിഗ് ക്യാച്ചുകൾ, ഫീൽഡിംഗ് ബൗണ്ടറി ലൈനിൽ നിന്നുള്ള ക്യാച്ചുകൾ, നല്ല സൂപ്പർ ഫീൽഡിംഗ് റൺഔട്ടുകൾ. ഇന്ത്യൻ ടീമിന്റെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫീൽഡിംഗ് കോച്ച് എന്ന നിലയ്ക്ക് വരുന്ന ഒരു ആദ്യത്തെ 1-2 പേരിൽ ഒരാളാണ് താങ്കൾ. എന്തായിരുന്നു ആ ഇന്ത്യൻ വനിതാ ടീമിന്റെ ഒരു ഇത് കിട്ടിയപ്പോൾ എന്തായിരുന്നു മനസ്സിൽ വന്നത്? വളരെ ആകസ്മികമായിട്ടാണ് ഞാൻ വന്നത്. അതിന് മുമ്പത്തുള്ള നൈറ്റ് റൈഡേഴ്സിനോട് വർക്ക് ചെയ്യാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അപ്പോൾ ഞങ്ങൾ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി ചിന്നസ്വാമിയുടെ ബി ഗ്രൗണ്ടിൽ സുനിൽ നാരായണൻ ഞാനിവിടെ പ്രാക്ടീസിന് പോയി. സുനിൽ നാരായണൻ കുറച്ച് ബാറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ മറ്റേ കമ്പ് വെച്ച് എറിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഒരു കാർ ഇങ്ങനെ ഇപ്പുറത്തോട്ട് വന്നിട്ട് ഒരു പെൺകുട്ടി നിന്നിട്ട് കൈ കാണിക്കുന്നു. അപ്പോൾ ഞാൻ സുനിൽ നിൻ്റെ ഏതോ ഫാന് വിളിക്കുകയാണ്. അപ്പോൾ സുനിലിൻ്റെ എന്നെയല്ല വിളിക്കണം, നിന്നെയാണ് വിളിക്കുന്നത്. ഞങ്ങൾക്ക് സ്മൃതി മന്ദാന. അപ്പോൾ ഞാൻ വിളിച്ച സംസാരിച്ച് എന്ത് സ്മൃതി? അപ്പോൾ ഞാൻ സീനിയർ ടീമിലാണ്. അപ്പോൾ ഹോപ്പ് വീൽ വൺ ഡേ വീൽ വർക്ക് ടുഗദർ എന്ന് പറഞ്ഞു. അവളിങ്ങനെ പറഞ്ഞ് അപ്പോൾ ഞാൻ ഓക്കെ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ഇൻ ഫ്യൂച്ചർ എന്ന് വിട്ട്. അത് കഴിഞ്ഞ് അന്നത്തെ കളി ഞങ്ങൾ തോക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദായിട്ട്. അപ്പോൾ നമ്മൾ വെളിയിലായി KKR. അപ്പോൾ എനിക്ക് നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ നിന്ന് ഫോൺ വന്ന് അവിടെ അണ്ടർ-19 ഇന്ത്യയുടെ ക്യാമ്പ് തുടങ്ങി, നീ വരണമെന്ന് പറഞ്ഞു. അന്ന് W രാമൻ സാറാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ സാറേ ഞാൻ ഇപ്പോൾ വീട് വിട്ടിട്ട് ഇപ്പോൾ 50 ദിവസമായി, എനിക്ക് വീട്ടിൽ പോകണമെന്ന്. നീ ഞാൻ പറഞ്ഞാൽ കേൾക്കൂലെന്നെല്ലാം പറഞ്ഞു ചൂടായി. അപ്പോൾ ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നു. പിറ്റേന്ന് രാവിലെ എനിക്ക് മെസ്സേജ്, പ്ലീസ് കോൾ മീ, രത്നാകർ ഷെട്ടി BCCയുടെ അന്നത്തെ ടോപ്പ്. ഞാൻ വിളിച്ചില്ല. ഞാൻ വിചാരിച്ചു രാമൻ സാർ വല്ലതും പറഞ്ഞിട്ട് ഇനി ചീത്ത വിളി. അപ്പോൾ രണ്ടാമത്തെ ദിവസം സാർ വിളിച്ച് പ്ലീസ് കോൾ ഇസ് ആൻ എമർജൻസി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് രാഹുൽ ദ്രാവിഡ് പറഞ്ഞു നിന്നെ ഇന്ത്യ A ടീമിൻ്റെ ഫീൽഡിംഗ് കോച്ചായിട്ട് രാഹുൽ ദ്രാവിഡിൻ്റെ കൂടെ സൗത്ത് ആഫ്രിക്ക വരാനായിട്ട് നിൻ്റെ പേര് പറഞ്ഞിരിക്കുകയാണ്, നീ പോകും. അപ്പോൾ ഞാൻ പോയി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സായിന്ന് പെർമിഷനൊക്കെ കിട്ടി. സൗത്ത് ആഫ്രിക്ക പോകാൻ റെഡി ആയിരിക്കുമ്പോഴാണ് തിരിച്ച് BCC ഇന്ത്യൻ വിമൻ ടീം വേൾഡ് കപ്പിന് പോകണം, അവർക്ക് ഫീൽഡിംഗ് കോച്ചില്ല, നീ പോകുമെന്ന് ചോദിച്ചു. ഞാൻ ശരി സാർ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നതും ആദ്യമായിട്ടൊരു മിത്താലി രാജിനെയും ജുലനെയും ഒക്കെ പരിചയപ്പെടുന്നതും. എന്നിട്ട് BCC വിചാരിച്ചതും നമ്മൾ ഒരിക്കലും ഫൈനലെത്തുമെന്നല്ല, ക്വാളിഫൈ ചെയ്യൂല, നീ എനിക്ക് അവിടുന്ന് സൗത്ത് ആഫ്രിക്ക പോകാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ ദൈവം നമ്മൾ ഫൈനൽ വരെ പോയി. അത് മാത്രമല്ല 2017 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺഔട്ട് നമ്മുടെ ആയിരുന്നു, ഏറ്റവും റണ്ണ് ചെയ്തത് നമ്മളായിരുന്നു, ഏറ്റവും കൂടുതൽ സ്റ്റംപിങ്, ഏറ്റവും മികച്ച ഫീൽഡിംഗ് സൈഡ് ഇന്ത്യ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭവനത്തിൽ വെച്ച് റിസപ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് ഇന്ത്യയുടെ സ്പോർട്സ് മിനിസ്റ്ററും സായിഡ് DG എല്ലാവരും ഉള്ളപ്പോൾ മിത്താലി ജുലിനോട് ചെന്ന് പറഞ്ഞ് വി നീഡ് ദിസ് കോച്ച് വിത്ത് അസ്. അന്ന് നേരെ BCC എന്ന് സായിൽ എഴുതി 2017 ജൂൺ തൊട്ട് 2019 നവംബർ വരെ ഇന്ത്യൻ വിമൻ ടീമിനൊപ്പം പോയി. ആ സമയത്തുണ്ടായ ഒരു ട്രാൻസിഷൻ, ടീമിന്റെ ഫീൽഡിംഗ് ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? ഫീൽഡിംഗ് ആദ്യം എല്ലാവർക്കും കുറച്ച് മടിയായിരുന്നു, ഇത്ര ചെയ്യണം. പക്ഷേ കുറച്ച് കഴിഞ്ഞ് അവർ എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് വളരെ നന്നായി. ഇന്നിപ്പോൾ ഇന്ത്യൻ വിമൻ ടീം താങ്കൾ പറഞ്ഞ പോലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീൽഡിംഗ് സൈഡ്സ് ആണ്. അത് ഇന്നത്തെ കാര്യം അവരുടെ ഫിറ്റ്നസ് ലെവൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നല്ല നല്ല കോൺട്രാക്റ്റുകൾ കിട്ടി. കോൺട്രാക്ട് കിട്ടിയപ്പോൾ ഇതിൽ വേറെ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചാൽ ലൈഫ് മുന്നോട്ട് പോകാന്നുള്ള ഒരു വിശ്വാസമായി. ലോകത്തുള്ള എല്ലാ ലീഗിലും മെന്നിന് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ വിമന് കളിക്കാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. WBBLന്റെ ഫൈനൽസിലേക്ക് വന്ന ഒരു ടീമിൽ ഷിക്കയുണ്ട്, ജമിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം അവർ ബാക്കിയുള്ള പ്ലേയേഴ്സുമായിട്ടൊക്കെ എൻഗേജ് ചെയ്യുക, ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ദേ കോൺഷ്യസ് എഫേർട്ട് ഫീൽഡിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ. അതിന്റെ വ്യത്യാസമാണ് കാണുന്നത്. ഈ ഇന്ത്യൻ വനിതാ ടീമിൽ താങ്കളുടെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച ഫീൽഡറാണ് ജമീമ റോഡ്രിഗസ് തന്നെയാണ്. ജമീമയുടെ പ്രത്യേകത എന്താണ്? ജമീമ ഭയങ്കര എനർജറ്റിക് ആണ്, ഭയങ്കര റെഡിയാണ്. ജമീമ, രാധ, അരുന്ധതി ഈ 3 പേരാണ് ഏറ്റവും ബെസ്റ്റ് ഫീൽഡേഴ്സ്. പിന്നെ ഹാർലിൻ. സ്മൃതി ഈസ് ആൻ ആവറേജ് ഫീൽഡർ, പക്ഷേ ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യും, ചില ഉഗ്രം അൺഎക്സ്പെക്ടഡ് ഉള്ള ക്യാച്ചസ് എടുക്കും. ശരിക്കും മെൻ ടീമിലെ ഏറ്റവും മികച്ച ഫീൽഡറാണ് ഇപ്പോഴത്തെ റിങ്കു സിംഗ്. എന്താണ് റിങ്കുവിന്റെ ശ്രേയസേകരനും കൂടെ അണ്ടർ-19 ഇന്ത്യക്ക് ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇവർ കണ്ട വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദൂരെ അടിച്ചാലും ഇവർ വളരെ ഈസി ആയിട്ട് എടുക്കും. ഭയങ്കര അജയിലാണ്, ഭയങ്കര ആന്റിസിപ്പേഷൻ, വളരെ ജഡ്ജ്മെന്റ് ഭയങ്കര നല്ല. പന്ത് ജഡ്ജ് ചെയ്ത് ഓടി അവിടെ എത്താനുള്ള ഒരു വളരെ. ശരിക്കും ഇന്ത്യൻ ടീമിന്റെ ഒരു ഫീൽഡിംഗ് എന്ന് പറയുന്നത് പണ്ട് നല്ല ഫീൽഡേഴ്സ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുനിൽ ഗവാസ്കറുടെ ഒക്കെ ആ ഒരു കാലഘട്ടം വരുമ്പോൾ ഫീൽഡിംഗ് എന്ന് പറയുന്നത് ഒരു അപ്രസക്തമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ പിന്നീട് വരുമ്പോൾ ഏറ്റവും മികച്ചൊരു ഫീൽഡറായിട്ട് വരുന്ന അസറുദ്ദീൻ, അതിനുശേഷം അജയ് ജഡേജ, രവീന്ദ്ര ജഡേജ അല്ല, ജഡേജയും രവീന്ദ്രയും നല്ല ഫീൽഡറാണ്. അജയ് ജഡേജ, അസറുദ്ദീൻ, റോബിൻ സിംഗ്. ഈ ഒരു കാലഘട്ടത്തിന് ശേഷം അപ്പം യുവരാജ് സിംഗ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെല്ലാം ടീമിൽ ഒരാൾ അല്ലെങ്കിൽ 2 പേർ, അതിനപ്പുറത്തേക്ക് ഫീൽഡർ വരുന്നില്ല. പക്ഷേ ഫീൽഡിംഗ് മികവ് കൊണ്ട് മാത്രം ടീമിലെത്താം എന്ന് തെളിയിച്ച ഒരാളാണ്
മുഹമ്മദ് കൈഫ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീൽഡർ പിന്നീട് ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പോഴത്തെ ഇന്ന് ഇന്ത്യൻ ടീമിന്റെ ഏത് പ്ലെയറിനെ എടുത്താലും റമൻദീപ് സിംഗ് എടുത്ത ക്യാച്ച് കണ്ടില്ലേ, ഔട്ട്സ്റ്റാൻഡിംഗ് ഫീൽഡേഴ്സ് ആണല്ലോ. പ്രത്യേകിച്ച് IPL ടെലികാസ്റ്റ് മാച്ചസ്, നല്ല ഫീൽഡിംഗ് കോച്ചസ്. ഇന്ത്യൻ ടീമിനോട് ജോലി ചെയ്യുന്ന ടി ദിലീപ് വളരെ നല്ല ഫീൽഡിംഗ് കോച്ച്. അതിന് മുമ്പ് ശ്രീധർ ആയിരുന്നു. അതെ, ഇവരുടെയൊക്കെ എഫേർട്ട് കാരണം ടീമിന്റെ സ്റ്റാൻഡേർഡ് ഭയങ്കര ഹൈ ആണ്. കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ഇന്ത്യൻ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ വിജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ആ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് ബെസ്റ്റ് ഫീൽഡർക്ക് ഒരു മെഡൽ കൊടുക്കുക എന്നുള്ളതാണ്. ശരിക്കും ആ ഒരു ബെസ്റ്റ് ഫീൽഡർ ആകാൻ വേണ്ടിയിട്ട് ടീമിൻ്റെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു മത്സരം തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൊരു അത് എത്ര മൊത്തത്തിൽ ടീമിൻ്റെ മൊത്തത്തിലുള്ള ഫീൽഡിംഗ് നിലവാരമാണ് വർദ്ധിച്ചത്. നമ്മൾ ഫീൽഡിംഗ് കോച്ച് എന്ന രീതിയിലാണ് നമ്മൾ കളി നടക്കുമ്പോഴത്തേക്ക് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കും. ഒരാൾ എത്ര റൺ സേവ് ചെയ്ത്, എത്ര റൺ കൊടുത്തു, എത്ര ക്യാച്ച് എടുത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അവരോട് ചോദിക്കും എൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ്, ഇതാണെന്നുള്ളത്. അപ്പോൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് പബ്ലിക്കായിട്ട് ചെയ്ത് ദിലീപ് ചെയ്ത്, അതുകൊണ്ട് ഇപ്പോൾ വിമൻ ടീം തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഫീൽഡിംഗ് ഒരു പ്രശംസനീയമായ കാര്യമായിട്ട് മാറി. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഫീൽഡിംഗ് മാറ്റിയെടുത്തു. സത്യത്തിൽ ഇന്ത്യ 2020 വേൾഡ് കപ്പ് 2007 ശേഷം ആദ്യമായിട്ട് നമ്മൾ 2020 വേൾഡ് കപ്പ് നേടി. അപ്പോൾ സീനിയർ കളിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ടീമിന്റെ ഒരു രൂപം മാറി. സൂര്യയുടെ ക്യാച്ച് അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ഒരുപക്ഷെ ആ ക്യാച്ച് എടുത്തില്ലായിരുന്നെങ്കിലും സൂര്യ ആരെയും കുറ്റവും പറയില്ലായിരുന്നു, അല്ലെങ്കിൽ ആ ക്യാച്ച് എടുക്കാത്തത് കൊണ്ട് സൂര്യയുടെ കരിയർ അവസാനിക്കത്തുമില്ലായിരുന്നു. പക്ഷേ ആ ഒരു ക്യാച്ച് അതുപോലെയുള്ള നിർണായക നിമിഷങ്ങളിൽ ക്യാച്ച് എടുക്കാനൊക്കെ കഴിയുന്ന ഒരു വലിയൊരു ഫീൽഡിംഗ് ശക്തിയായിട്ട് തന്നെയാണ് ഇന്ത്യ മാറിയത്. അതിനകത്ത് താങ്കളുടെ ഒരു ജൂനിയർ തലത്തിൽ തൊട്ട് ഈ ഫീൽഡിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് താങ്കളുടെ ഒരു സംഭാവനയും അതിനകത്തുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. കുറേ പേരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്ലേയേഴ്സ് എല്ലാം ത്രൂ ആൻഡ് ത്രൂ IPL ഇത് കളിക്കുമ്പോഴത്തേക്ക് അവർ റെഗുലറായിട്ട് അവർക്ക് അറിയാം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഏത് പൊസിഷനിലാണ് ഫീൽഡ് ചെയ്യണത്. അതിനായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രാക്ടീസ് റൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ IPL കാര്യം പറഞ്ഞപ്പോഴാണ്. IPL എന്ന് പറയുന്നത് താങ്കൾ വിവിധ IPL ടീമുകളോടൊപ്പം കളിച്ചു. ആ IPL ടീമിനെ പരിശീലിപ്പിച്ചു. എന്താണ് IPL ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയത്, അല്ലെങ്കിൽ താങ്കളുടെ IPL എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിലൂടെയാണ് 2015-16. പിന്നെ കോവിഡിന് ശേഷമുള്ള ഫസ്റ്റ് IPL സൺറൈസേഴ്സിൻ്റെ കൂടെ. ഇപ്പോൾ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഡൽഹി ക്യാപിറ്റൽസിനോട് ആണുങ്ങളും പെണ്ണുങ്ങളും ടീമിൽ വർക്ക്. ഇന്നിപ്പോൾ ഇന്ത്യൻ ടീമിൽ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് വരണം IPL വഴി തന്നെയാണ്. ബാറ്റേഴ്സ് ആണെങ്കിലും ശരി, വിക്കറ്റ് കീപ്പേഴ്സ് ആണെങ്കിലും ഭയങ്കര സങ്കീർണമായിട്ടുള്ള ഒരു നമ്മൾ വിചാരിക്കുന്ന പ്രോസസ്സാണത്. ത്രൂ ഔട്ട് സ്കൗട്ട്സ് പോയി ഓരോ പ്ലേയേഴ്സിനെ കളി കണ്ടിരിക്കും. ഓപ്ഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ഓപ്ഷൻസ് കാണും. ഇന്നയാൾ കിട്ടിയില്ല, അൻസറെ കിട്ടിയില്ലെങ്കിൽ ഇന്നയാളെ കിട്ടിയില്ല, അങ്ങനത്തെ ഓപ്ഷൻസ് ഭയങ്കര പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനാണ്. അതൊരു ഭയങ്കര ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുകയും ഒരുപാട് പേർക്ക് മുന്നോട്ട് ഒരു അവസരം കൊടുക്കുന്ന ഒരു സംഭവമാണ് IPL. വളരെ നല്ല